ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ക്രോബോയ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യം വളരെ ക്വിക്കായിട്ട് കൊണ്ട് പഠിക്കുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് വന്നാലും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. ക്രോബോയ് ഇസ് റിട്ടൺ ബൈ ടാരോ യാഷിമ. ടാരോ യാഷിമയാണ് ഓതർ. ഓർത്ത് വെക്കുക. ചിബിയാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. ചിബി ഈസ് എ സ്മോൾ ഡാർക്ക് ആൻഡ് ഷൈ ബോയ് ഹു ലിവ്സ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. അപ്പം ഇതാണ് മൗണ്ടൻ എങ്കിൽ മൗണ്ടൻ്റെ ഇവിടേക്കാണ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചിബിയുടെ വീട് ഈ പ്രദേശത്തൊന്നുമല്ല, ചിബിയുടെ വീട് അപ്പുറത്താണ്, മൗണ്ടൻ്റെ മറ്റേ സൈഡിലാണ് ഉള്ളത്. മാത്രമല്ല ചിബി ഭയങ്കര ചെറിയൊരു കുട്ടിയാണ്, സാധാരണക്കാളും ഹൈറ്റ് കുറഞ്ഞ കുട്ടിയാണ്, കുറച്ച് ഡാർക്കാണ്, അതല്ല ഭയങ്കര ഷൈ ആണ്, ആൾക്കാരോടും കൂടുന്നതും സംസാരിക്കാറൊന്നുമില്ല. ചിബി അതിൻ്റെ അർത്ഥം എന്താണ്? മീൻസ് ടൈനി ബോയ്. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? കുഞ്ഞുകുട്ടി എന്നാണ്. ഓൺ ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് ദ വില്ലേജ് സ്കൂൾ ഹി ഹൈഡ്സ് ഇൻ ദ സെല്ലർ. അപ്പോൾ സ്കൂളിലെ തട്ടിൽ പോയിട്ട് ഹൈഡ് ചെയ്യാണ്. ബിക്കോസ് ഹി ഈസ് അഫ്രെയ്ഡ് ഓഫ് ദ ടീച്ചർ ആൻഡ് അതർ ചിൽഡ്രൻ. ബാക്കിയുള്ള കുട്ടികളെയും ടീച്ചറിനെയും പേടിച്ചിട്ട് എന്താണ് ചിബി ഒളിച്ചിരിക്കുക ചെയ്യുന്നത് ഫസ്റ്റ് ദിവസം തന്നെ. He cannot make friends and is always at the back of the class and the end of the line. അപ്പോൾ എപ്പോഴും എന്താണ് ക്ലാസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ആരുമില്ല, ആരോടും മൂപ്പർക്ക് സംസാരിക്കാനും ഇഷ്ടമില്ല, ആർക്കും പുള്ളിക്കാരോട് സംസാരിക്കാനും വലിയ താല്പര്യമില്ല. അതാണ് ഒരവസ്ഥ. ഡ്യൂറിങ് ക്ലാസ് ചിബി ലുക്സ് അറ്റ് ഹിസ് ഡെസ്ക്, ദ സീലിംഗ് ആൻഡ് അനദർ ബോയ്സ് ഷർട്ട് ആൻഡ് തിങ്സ് ഔട്ട്സൈഡ് ദ വിൻഡോ. ക്ലാസ്സിന് സമയത്ത് ടീച്ചറുമായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ടാക്കാറില്ല, ഫ്രണ്ട്സിനോടും സംസാരിക്കാറില്ല. ഒന്നേ ഡെസ്കിൽ നോക്കുക, അല്ലെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ, അല്ലെ ഏതെങ്കിലും കുട്ടികളുടെ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക ചെയ്യുക. അതല്ലാതെ എന്ത് ചെയ്യാറില്ല, ടീച്ചറിൻ്റെ കണ്ണ് നോക്കാറില്ല, ഫ്രണ്ട്സിനോട് സംസാരിക്കാറില്ല, പഠിത്തത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറില്ല. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഹി ലിസൺസ് കെയർഫുള്ളി ടു ദ സൗണ്ട്സ് ആൻഡ് വാച്ചസ് ഇൻസെക്ട്സ് ആൻഡ് ഗ്രബ്സ്. പ്ലേ ഗ്രൗണ്ടിൽ പോയാലും ഫ്രണ്ട്സിനോട് കളിക്കാറല്ല ഉള്ളത്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ, ഇൻസെക്റ്റും ചെടികളും നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഏതെങ്കിലും കാക്കയുടെയും പൂച്ചയുടെ ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ചെയ്യാം. എവ്രി വൺ കോൾസ് ഹിം എ സ്ലോ പോക്ക്. എല്ലാവരും ഒരു സ്ലോ പോക്ക് ആയിട്ടാണ് ചിബീനെ വിളിക്കാറുള്ളത്. സ്ലോ പോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് ഓരോ കാര്യങ്ങളും മെല്ലെ പതുക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ, അല്ലേ, കുറച്ച് കളിയാക്കിയിട്ടുള്ള എല്ലാവരും ഒരു കുറച്ച് ഇൻസൾട്ടിങ് രീതിയിലാണ് ചിബീനെ ട്രീറ്റ് ചെയ്തത്, അല്ലേ, വലിയ രസമൊന്നുമില്ല. സ്റ്റിൽ ഹി വാക്സ് ടു ദി സ്കൂൾ എവറി ഡേ. എന്നാലും ചിബി എന്ത് ചെയ്യും, എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരും. ഈവൻ ഡ്യൂറിങ് റെയിൻ ആൻഡ് സ്റ്റോപ്സ്. എത്ര മഴ പെയ്താലും ചിബി എന്ത് ചെയ്യും, സ്കൂളുണ്ടാവും. ഹിസ് ലഞ്ച് ഇസ് ഓൾവേസ് എ ബോൾ ഓഫ് റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. എല്ലാ ദിവസവും ലഞ്ച് എന്തായിരിക്കും, റൈസും പിന്നെ ഒരു റാഡിഷ് ലീഫും ഉണ്ടാവുക. ഡ്യൂറിങ് റെയിൻ ഹി വെയർസ് എ റെയിൻ കോട്ട് മെയ്ഡ് ഓഫ് സീബ്ര ഗ്രാസ്. മഴയുള്ളപ്പോൾ സ്കൂളിൽ വരും, റെയിൻ കോട്ടൊക്കെ ഇട്ട്, സീബ്ര ഗ്രാസിൻ്റെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ എങ്ങനെ നോക്കിയാലും വരും. അപ്പോൾ കുറച്ചൊരു ഔട്ട്സൈഡറിനെ പോലെയായിരുന്നു. ആ സ്കൂളിലെ പൊതുവെയുള്ള കുട്ടികളെ പോലെ അല്ലായിരുന്നു. ഒന്നാമത് ദൂരം നിന്ന് വരുന്ന കുട്ടിയാണ്, മാത്രമല്ല എല്ലാവരും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിരുന്നു, ആൾക്കാർക്ക് സംസാരിക്കാറില്ല, ഗെയിംസിനൊന്നും അങ്ങനെ സാധാരണ പോലെ പങ്കെടുക്കാറില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ ആഫ്റ്റർ 5 years ആ സ്കൂളിൽ ഇങ്ങനെ പഠിച്ച് ആ ഒരു സമയത്താണ് മിസ്റ്റർ ഇസോബെ ബിക്കംസ് ദ ടീച്ചർ ഇൻ ഗ്രേഡ് 6. 6ാം ക്ലാസ്സിൽ എത്തിയപ്പം മിസ്റ്റർ ഇസോബെ എന്ന് പറഞ്ഞ ടീച്ചർ എന്ത് ചെയ്തു, ഇവരുടെ ക്ലാസ് ടീച്ചറായി വന്നു. ഹീസ് ഫ്രണ്ട്ലി ആൻഡ് കൈൻഡ്. ഭയങ്കര ഫ്രണ്ട്ലിയും കൈൻഡും ആയിരുന്നു. ഹി ഡിസ്കവേഴ്സ് ദാറ്റ് ചിബി നോസ് അബൌട്ട് വൈൽഡ് ഗ്രേപ്സ്, വൈൽഡ് പൊട്ടാറ്റോസ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇങ്ങനെ നേച്ചറിലുള്ള കുറേ ഫ്രൂട്ട്സിനെയും ഫ്ലവേഴ്സിനെ പറ്റിയിട്ടും ചിബിക്ക് നല്ല ധാരണയുണ്ട്, നല്ല അറിവുണ്ടെന്നുള്ള കാര്യം മൂപ്പർക്ക് മനസ്സിലായി, ടീച്ചറിന് മനസ്സിലായി. He appreciates Chibi's drawings and writings, displays them on the wall and talks to him privately. അപ്പോൾ ഈ ചിബിയുടെ ഈ കഴിവുകളൊക്കെ മനസ്സിലാക്കിയ ഇസോബെ എന്ത് ചെയ്തു, ചിബിയുടെ ഡ്രോയിങ്സും റൈറ്റിങ്സും എന്ത് ചെയ്തു, എല്ലാം പിടിച്ചിട്ട് നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇതൊക്കെ കാണണം, ചിബിയുടെ കഴിവ് കാണണം എന്നുള്ള രീതിയിൽ ചിബിനെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. മാത്രമല്ല ചിബിയോട് പ്രൈവറ്റ്ലി സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് അന്ന് വരെ ആരും ചിബിനെ വലിയ മൈൻഡൊന്നും ചെയ്യില്ലായിരുന്നു, സ്കൂൾ ടീച്ചേഴ്സ് പോലും മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ മിസ്റ്റർ ഇസോബെ ചിബിനോട് സംസാരിക്കുമായിരുന്നു. അറ്റ് ദ സ്കൂൾ ടാലൻറ്റ് ഷോ, അങ്ങനെ സ്കൂളിലെ ടാലൻറ്റ് ഷോ വന്നു. ചിബി ഇമിറ്റേറ്റ്സ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാഷ്ഡ് ക്രോസ്, മദർ ആൻഡ് ഫാദർ ക്രോസ്, മോർണിംഗ് ക്രോസ് ആൻഡ് ഹാപ്പി ആൻഡ് സാഡ് ക്രോസ്. അപ്പോൾ ഈ ടാലൻറ്റ് ഷോ വന്നപ്പോൾ ആരും ചിബിനെ അവിടെ പ്രതീക്ഷയില്ല. പക്ഷേ ചിബി സ്റ്റേജിൽ കയറി, മിസ്റ്റർ ഇസോബെ എന്ത് ചെയ്തു, ചിബിക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്ത് ചിബി സ്റ്റേജിലൊക്കെ കയറി എന്ത് ചെയ്തു, ഒരു ഇമിറ്റേഷൻ ചെയ്തു, അല്ലേ, ഒരു എന്താണ് മിമിക്രി പോലെ. ആരുടെ മിമിക്രി? സിനിമ ആക്ടേഴ്സിന് മിമിക്രി അല്ല, കാക്കയുടെ ശബ്ദത്തിന് മിമിക്രി. അതിൽ തന്നെ പുതിയ ജസ്റ്റ് ജനിച്ചു വന്ന ന്യൂലി ഹാഷ്ഡ് കാക്കകൾ
അല്ലെ, കുഞ്ഞു കാക്കകൾ, അമ്മ കാക്ക, അച്ഛൻ കാക്ക, രാവിലത്തെ കാക്കയുടെ സൗണ്ട്, പിന്നെ ഹാപ്പി ആൻഡ് സാഡ് കാക്ക. ഹാപ്പി ആകുമ്പോൾ എങ്ങനെയായിരിക്കും കാക്ക ഉണ്ടാവുക, സാഡ് ആകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? എനിക്ക് ആകെ ഒരു കാക്കയേ ഉള്ളൂ, കാ കാ ഒരു കാക്കയേ ഉള്ളൂ. പക്ഷെ ചിബിക്ക് പലതരം കാക്കകളുടെ ശബ്ദം അറിയുന്നു. കാരണം ചിബി എന്താണ്, ഭയങ്കര ഒബ്സർവൻ്റ് ആയിരുന്നു അല്ലേ, അതൊരു ഭയങ്കര കഴിവാണ്. എവ്രി വൺ ഇസ് സർപ്രൈസ്, എല്ലാവരും സർപ്രൈസ് ആയി. ചിബിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മിസ്റ്റർ ഇസോബെ എക്സ്പ്ലെയിൻസ് ദാറ്റ് ചിബി ലേൺ ദീസ് സൗണ്ട്സ് വൈൽ വാക്കിംഗ് ടു സ്കൂൾ അറ്റ് ഡോൺ. പുലർച്ചെ സ്കൂളിലേക്ക് ദൂരെ നിന്ന് വരില്ലേ, അപ്പോൾ ആ നടന്നു വരുന്ന വഴിക്ക്, ആൻഡ് റിട്ടേണിങ് ഹോം അറ്റ് സൺസെറ്റ് ഫോർ 6 years. ഈ 6 വർഷവും രാവിലെ പുലർച്ചെ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഒക്കെ ഈ കാക്കകളുടെ ശബ്ദം കേട്ടാണ് ചിബി എന്ത് ചെയ്തത്, ഇത് പഠിച്ചതെന്നാണ് ഇസോബെ പറഞ്ഞത്. ദ ചിൽഡ്രൻ ആൻഡ് ദി അഡൾട്ട്സ് ക്രൈ ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ട്രീറ്റഡ് ഹിം ബാഡ്ലി. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കാരണം അവർക്ക് മനസ്സിലായി ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ അല്ലേ, ഇവരെല്ലാവരും എന്താണ് ഇത്രയും നാളും ഭയങ്കര മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് റിയലൈസ് ചെയ്ത് അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി. ചിബി റിസീവ്സ് എൻ അവാർഡ്, ഒരു അവാർഡും കിട്ടുകയും ചെയ്തു, ഒരു ഓണർ ചെയ്യപ്പെട്ടു. എന്തിന്? ഫോർ പെർഫെക്റ്റ് അറ്റൻഡൻസ് ഫോർ 6 years. ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ ലീവ് എടുക്കാതെ വന്നതിന് ഒരു അവാർഡും ഒരു ഓണറും കിട്ടി. ആഫ്റ്റർ ദിസ് നോബഡി കോൾസ് ഹിം ചിബി ഓർ സ്ലോപ്പോ. അതിനുശേഷം ആരും ചിബിന്ന് സ്ലോപ്പോക്ക് എന്ന് വിളിക്കില്ല. നേരെ മറിച്ച് ദേ ലവിംഗ്ലി കോളും ക്രോ ബോയ്. ക്രോ ബോയ് എന്ന് പറഞ്ഞൊരു ഓമനത്തോടു കൂടിയാണ് എല്ലാവരും ക്രോ ബോയ്. കാരണം ക്രോവിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന ക്രോ ബോയ് എന്ന രീതിയിലാണ് എല്ലാവരും വിളിച്ചു തുടങ്ങിയത്. ഹി ലേറ്റർ കംസ് ടു ദി വില്ലേജ് ടു സെൽ ചാർക്കോൾ മെയ്ഡ് ബൈ ഹിസ് ഫാമിലി ഉണ്ടാക്കുന്ന ചാർക്കോളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ചിബി എന്താണ് വീണ്ടും വില്ലേജിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾ ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത്ര തന്നെയൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആരാണ് ചിബി, എന്താണ് ചിബിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അല്ലേ, ഷൈ ആണ്, സ്മോൾ ആണ്, ടൈനി ബോയ് ആണെന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ചിബിയുടെ ട്രാൻസ്ഫോർമേഷൻ, മിസ്റ്റർ ഇസോബെ വന്നതിന് ശേഷം ചിബിയുടെ ട്രാൻസ്ഫോർമേഷൻ, ചിബി ടാലൻറ്റ് ഷോയിൽ പെർഫോം ചെയ്യുന്നു, എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നു, എല്ലാവർക്കും സങ്കടമാവുന്നു. കാരണം അവർ എങ്ങനെയാണ് ചിബീനെ ട്രീറ്റ് ചെയ്തത്, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്ററിന് മക്കളെ എന്ത് വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ എല്ലാ ചാപ്റ്ററിന് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. മാത്രമല്ല ഓരോരോ ഡിസ്കോഴ്സ്, ഡയറി എൻട്രി, ഇമെയിൽ റൈറ്റിംഗ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. ആ വീഡിയോസും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അതും കൂടെ കണ്ടിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടുക. ഓൾസോ എക്സാമിനറിൻ്റെ ബാച്ചിലൊക്കെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. ബാച്ചിൽ നിന്ന് ജോയിൻ ചെയ്ത് പഠിക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനിയുള്ള ഈ ഒരു ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ എന്താണ് നിങ്ങൾക്ക് ലൈവായിട്ട് സൂപ്പറായിട്ട് ഇരുന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക, പൊളിക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.